അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാമധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആകെയുള്ള 9 ധ്യാന ശ്ലോകങ്ങളിലെ 6 ശ്ലോകങ്ങളാണ് നമ്മൾ എടുത്ത് വിസ്തരിച്ചത്. ഇനി പതുക്കെ ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടു കൂടി യുദ്ധം പാണ്ഡവർ ജയിച്ചത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഭീഷ്മദ്രോടതട എന്ന് തുടരുന്നതായിരുന്നു. ഇനി 7ാമത്തെ ശ്ലോകം. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗണ്ഡോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈ രഹരഹ പേപീയമാനം മുദാ ഭൂയാദ് ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. ഇവിടെ മഹാഭാരതത്തെ ഒരു താമരയ്ക്ക് സമമായി പറയും. അങ്ങനെയാണെങ്കിൽ താമരയുടെ വാസന എന്ത്? താമര എങ്ങനെ വിരിഞ്ഞിരിക്കുന്നു? താമരയായത് ഏതിൽ നിന്ന് തോന്നപ്പെട്ടു എന്നതെല്ലാം വിശദീകരിച്ചുകൊണ്ട് എല്ലാം സങ്കല്പമാണ് കേട്ടോ. മഹാഭാരതത്തിൻ്റെ പെരുമയെ ഉണർത്തിക്കാനാണ് ഈ വിധം വിസ്തരിച്ചു തരുന്നത്. കാരണം അതിൽ നിന്നല്ലേ ഭഗവത്ഗീത ഉരുത്തിരിഞ്ഞത്. മഹാഭാരതം ജ്ഞാനവും ധർമ്മവും എന്തെന്ന് വെളിവാക്കി തരുന്ന മഹത്തായ കൃതിയാണ്. ഇത് വളരെ പ്രശംസ അർഹിക്കപ്പെടുന്നത്. എന്നാൽ മഹാഭാരതത്തെ പറ്റി പലരും
തെറ്റായ ധാരണയെ വെച്ചു പുലർത്തുന്നവരുമാണ്. മഹാഭാരതം വീട്ടിൽ വയ്ക്കാൻ പാടില്ല, യുദ്ധത്തെപ്പറ്റി പ്രതിപാദിക്കുക നിമിത്തം ഗൃഹത്തിൽ കലഹമുണ്ടാകും എന്നൊക്കെ. ഇത് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞതല്ല. എന്നാൽ നാം അതിൻ്റെ ശരി തെറ്റിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത്. താമര എന്നത് വളരെ ശ്രേഷ്ഠം. താമരയ്ക്ക് ജലം ആവശ്യം. അത് എങ്ങനെ ഉൽപ്പത്തിയാകുന്നു? അതിന് വെള്ളമായി ഇരുന്നത് ആര് എന്നെല്ലാം വിസ്തരിക്കുന്നു. പാരാശര്യവച സരോജം. സരോജം എന്നാൽ താമര. അത് എങ്ങനെ ഉത്ഭവിച്ചു എന്നാൽ ഒരു വാക്കിൽ നിന്ന് തോന്നിയത്. ആരുടെ വാക്കിൽ നിന്ന്? പരാശരൻ്റെ. പരാശരൻ എന്നാൽ വേദവ്യാസൻ. പരാശരൻ്റെ പുത്രൻ വ്യാസനെ സൂചിപ്പിക്കുന്നു. വ്യാസഭഗവാന്റെ വാക്കിൽ നിന്ന് ഉത്ഭവിച്ചത് താമര. താമരയ്ക്ക് ജലമായി വർത്തിക്കുന്നത് വ്യാസഭഗവാന്റെ വാക്ക്. ഈ താമരയായത് എങ്ങനത്തെ താമര? അമലം, കുറയില്ലാത്തത്, ന്യൂനതയില്ലാത്തത്, ശുദ്ധമായത്. മഹാഭാരതമായ താമരയിലിരുന്ന് എന്തു വാസനയാണ് പ്രവഹിക്കപ്പെടുന്നത്? ഗീതാർത്ഥ ഗണ്ഡോത്കടം. ഉത്കടം എന്നാൽ അധികമായി എന്നർത്ഥം. പുഷ്പത്തിന് പ്രധാനം വാസനയാണ്. അതിന് എന്താണ് വാസനയായി ഇരിക്കുന്നത്? ഗീതാർത്ഥം, ഗീതയുടെ ഉപദേശങ്ങൾ, അർത്ഥങ്ങൾ. നാനാ ആഖ്യാനക കേസരം. കേസരം എന്നാൽ മകരന്തം. നാനാ ആഖ്യാനം എന്നാൽ വിധവിധമായ കഥകൾ. മഹാഭാരതത്തിൽ വിധവിധമായ കഥകളുണ്ടല്ലോ. കഥകളെ പറഞ്ഞുകൊണ്ട് തത്വത്തെ വിശദീകരിക്കുന്നു. അങ്ങനെ ഉപദേശത്തെ വെളിവാക്കിക്കൊണ്ട് മകരന്തമായി ഇരിക്കുന്നു. ഹരികഥ സംബോധന ബോധിതം. പൂവാണെങ്കിൽ നന്നായി വിരിഞ്ഞു നിൽക്കണം, മനോഹരമായി സുന്ദരമായി ഇരിക്കണം. എന്നാലേ തേനീച്ചകളെ ആകർഷിക്കാൻ പറ്റൂ. അങ്ങനെ മാത്രമേ ഒരു മലരിന് തൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കാനും സാധിക്കൂ. മഹാഭാരതം എന്ന താമരയായത് എങ്ങനെ വിസ്തരിച്ചു എന്നാൽ ഹരികഥ, ഭഗവാന്റെ കഥകളെ വിവരിച്ചുകൊണ്ട്, കൃഷ്ണ ഭഗവാന്റെ കഥകളെ. സംബോധനം, തന്നെ വെളിപ്പെടുത്തൽ, തന്നെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക. എക്സ്പ്രഷൻ. സംബോധനം, ടീച്ചിങ്, ആബോധനം, വെളിപ്പെടുത്തൽ. ഭഗവാന്റെ അവസാനത്തെ വിസ്തരിക്കപ്പെടുന്നു മഹാഭാരതത്തിൽ വിധവിധമായ കഥകളിലൂടെ. ഭഗവത്ഗീത എന്ന വാസന ഈ താമരയ്ക്ക്. ഹരികഥ പ്രകാശനത്തിലൂടെ വിരിയൽ. ലോകേ സജ്ജന ഷട്ട് പദൈഹി അഹ അഹ. ഷട്ട് പദഃ എന്നാൽ തേനീച്ച, സജ്ജന എന്നാൽ സജ്ജനങ്ങൾ, തേനീച്ചകളായി ഇരിക്കുന്നു. ലോകേ ലോകത്തിൽ, സജ്ജനം എന്ന തേനീച്ചകളാൽ ഈ ലോകത്തിൽ. പേബീയമാനം ആസ്വദിക്കപ്പെട്ടുകൊണ്ട്, എന്നും എന്നും ആസ്വദിക്കപ്പെട്ടുകൊണ്ട്. മുദാ സന്തോഷത്തോടുകൂടി സാധുക്കൾ ഓരോ ദിവസവും ഈ മഹാഭാരതത്തെ ഉപയോഗപ്പെടുത്തും. ഇങ്ങനത്തെ മഹാഭാരതമാണ് ആയത്. അവസാനം വരെ ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ന ശ്രേയസേ ഭൂയാത്, ഭൂയാത് ഇരിക്കട്ടെ. ന ഞങ്ങൾക്ക് ശ്രേയസ്, ശ്രേയസ് നല്ലതായി ഞങ്ങൾക്ക് ഭവിക്കട്ടെ.
താമരയായ ഇത് ഞങ്ങൾക്ക് നന്മയായി ശ്രേയസ്സായി ഇരിക്കട്ടെ. ഭാരത പങ്കജം, ഭാരതം എന്നതായ താമര ഞങ്ങൾക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യട്ടെ. കലിമല പ്രധ്വംസി, പ്രധ്വംസി എന്നാൽ നാശം ചെയ്യുന്നത്. ഏതിനെ? മലം, അശുദ്ധത്തെ. എവിടെ നിന്ന് വന്ന കലികാലത്തിലിരുന്ന്, ഈ കലികാലത്തിലിരുന്ന് വന്ന അശുദ്ധിയെ നാശം ചെയ്യട്ടെ. മഹാഭാരതമായ താമര നാശം ചെയ്യട്ടെ. കലികാലത്തിലെല്ലാം വിപരീതമായി ഭവിക്കുന്നു. ബുദ്ധി പോകും. മറ്റു കാലങ്ങളിൽ വീട്ടിൽ പശു ഉണ്ടാവും, മറ്റു കാലങ്ങളിൽ. കലികാലത്തിലോ വീട്ടിൽ നായി എന്നെല്ലാം പറയപ്പെട്ടിട്ടുണ്ട് പുരാണ പുസ്തകങ്ങളിൽ. കലി എന്നത് ഒരു തരം മലം, മോഹത്തെ സൂചിപ്പിക്കുന്നു. മോഹത്തിലിരുന്ന് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നതായ പ്രാർത്ഥന. മഹാഭാരതത്തിന് വാസനയായി ഇരിക്കുന്നത് ഭഗവത്ഗീത എന്ന് ചുരുക്കം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭഗവാന്റെ അനുഗ്രഹം എന്നത് ഈ ശ്ലോകത്തിൽ വിസ്തരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്താലാണ് നടക്കുന്നത് എന്ന് ആചാര്യൻ പറയുന്നു. ഈശ്വര കൃപ എല്ലാത്തിനും വേണം. യത് കൃപ, കൃപ എന്നാൽ ഈശ്വരൻ്റെ അനുഗ്രഹം. മൂകം വാചാലം കരോതി, മൂകനെ സംസാരിക്കാൻ കഴിവുള്ളവനാക്കി തീർക്കുന്നു. പങ്കും ഗിരിം ലംഘയത്തെ, പങ്കും എന്നാൽ വികലാംഗൻ, കാലില്ലാത്തവൻ. മലയെ കുന്നു കയറാൻ പ്രാപ്തനാക്കുന്നു. ഇത് ആരുടെ കൃപ? തം അഹം വന്ദേ, അങ്ങനെ ഇരിക്കുന്നവനെ ഞാൻ നമസ്കാരം ചെയ്യുന്നു. പരമാനന്ദമാധവം, ആനന്ദ സ്വരൂപത്തെ കൊടുക്കുന്ന ആ മാധവനെ വണങ്ങുന്നു. ഇത് നമ്മുടെ ശരണാഗതിയാണ് വിസ്തരിക്കുന്നത്. യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. അവസാന ശ്ലോകത്തിൽ ശ്രീകൃഷ്ണനെ വിഷ്ണുവായി നമസ്കാരം ചെയ്യപ്പെടുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവരിൽ ശ്രീകൃഷ്ണനായി ഇരുന്ന് ആർ ഭഗവത്ഗീതയെ നൽകുന്നോ അവർ സാക്ഷാത് വിഷ്ണു എന്ന് അനുമാനിക്കപ്പെടുന്നു. ആ കൃഷ്ണനായ വിഷ്ണു ഭഗവാനെ ആരൊക്കെ നമസ്കരിക്കുന്നു, അവർ എങ്ങനെ നമസ്കരിക്കുന്നു എന്ന് വിസ്തരിക്കുന്നു. യം, യം ഏത് കൃഷ്ണനെ ആരാണ് ആരാധിച്ചു വരുന്നത്? ബ്രഹ്മ, വരുണ, ഇന്ദ്ര, രുദ്ര, മരുത. സ്തുന്വന്തി പുകഴ്ത്തുന്നു. ആരെ പുകഴ്ത്തുന്നു? ദിവ്യൈ സ്തവൈ, ദിവ്യമായ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുന്നു. സാമഗാഹ, സാമവേദത്തെ ഓതുന്നു. ഗായന്തി, പാടുന്നു. എന്ത് ഉപകരണം മൂലം ആ കൃഷ്ണനെ, വിഷ്ണുവിനെ പ്രശംസിക്കുന്നു? വേദൈഹി, വേദങ്ങളാൽ. സംഘ പദ ക്രമ ഉപനിഷദൈഹി,
ഇവ അറിഞ്ഞവരും സാമഗാനത്തെ അറിഞ്ഞവർ കൃഷ്ണനെ പുകഴ്ത്തുന്നു, പാടുന്നു. സംഘം വേദത്തിൻ്റെ അംഗം മൂലം. പദക്രമ വേദത്തെ ഓതുന്ന രീതി ക്രമം, അതിനെയാണ് പദക്രമ എന്ന് പറയുന്നത്. ഉപനിഷദൈഹി ഉപനിഷത്തുക്കൾ മൂലവും. ഓം നമോ ഭഗവതേ രുദ്രായ എന്നാൽ അത് മന്ത്രമായി. എന്നാൽ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് പിരിച്ചാണ് പറയുന്നത് എങ്കിൽ അത് പദമാവുകയും ചെയ്യും. നമോ ഭഗവതേ, ഭഗവതേ രുദ്രായ എന്നുള്ളതാണ് പാഠക്രമം. ഇவ்விധത്തിൽ വേദത്തെ പിരിച്ച് ഈശ്വരനെ ഗാനം ചെയ്യുന്നു എന്ന് ചുരുക്കം. ഗായന്തി പാടുന്നുവോ. പിന്നെ യോഗികൾ എങ്ങനെ? യം യോഗിനഃ മനസാ പശ്യന്തി. ആരെ യോഗികൾ മനസ്സുകൊണ്ട് കാണുന്നോ? യോഗി എന്നാൽ ഈ ലോകത്തെ തന്നെ ത്യജിച്ച് ഏതു നേരവും ആ ഭഗവാനെ സ്തുതിച്ച് സേവിച്ച് കൊണ്ടിരിക്കുന്നവർ. അവരുടെ മനസ്സ് എങ്ങനത്തെ? ധ്യാന അവസ്ഥിത തദ്ഗതേന. ധ്യാന അവസ്ഥയിൽ ആ ഭഗവാന്റെ അടുത്ത് ചെന്നതായ മനസ്സുകൊണ്ട്. യസ്യ അന്തം ന വിദു സുരാ അസുരഗണാഃ. ആരുടെ അന്ത്യത്തെ ആരെ അറിയുന്നില്ലയോ? ദേവന്മാരും അസുരന്മാരും ആരുടെ അന്ത്യത്തിനെ അറിയാതിരിക്കുന്നു. തസ്മൈ ദേവായ നമഃ. ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. ആ കൃഷ്ണനെ, വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ വിഷ്ണു ഒരു ദേവനും മറ്റാർക്കും തന്നെ കാഴ്ചയ്ക്ക് ഗോചരമല്ല. ആ പരബ്രഹ്മ തത്വം വിഷ്ണുവിൻ്റെ അതും വിസ്തരിക്കപ്പെടും. ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ വെച്ച് ഉപദേശിക്കപ്പെട്ടത്. അങ്ങനെയായി ഇരുന്നാലും ആ ഉപദേശം നിമിത്തമായി ഉത്ഭവിച്ചതാണ് യുദ്ധക്കളത്തിൽ എന്നത്. ഇതോടെ ഗീതാധ്യാന ശ്ലോകങ്ങൾ അവസാനിക്കുകയാണ്. 9 നിങ്ങളേവർക്കും അറിയുന്നതാണല്ലോ ധ്യാന ശ്ലോകം.